പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണം. മഹാരാഷ്ട്രയിലെ നന്ദേഡഗിലെ ഹസൂർ സാഹിബ് ഗുരുദ്വാരയ്ക്ക് സമീപം വെച്ചാണ് സംഭവം. പരിക്കേറ്റ ബാദലിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമിയെ പോലീസും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് കീഴ്പ്പെടുത്തി. ആദർശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ആദർശ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിന്റെ സ്ഥിതി? ആരിശ്രീ, രാവിലെ 11 മണിയോടുകൂടിയാണ് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഗുരുദ്വാരയ്ക്ക് സമീപം നിന്ന് മറ്റ് ചിലർക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഒരു നിഹാങ്ക് സിഖാണ് കൃപാൺ ഉപയോഗിച്ച് പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചത്. ഇയാളെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ഇയാളുടെ മൊഴിയെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഈ മുൻ ഉപമുഖ്യമന്ത്രിയെ ആക്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള മൊഴിയാണ് പോലീസിന് നൽകിയത് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഈ സംഭവത്തെ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾ എന്തിനാണ് മുൻ ഉപമുഖ്യമന്ത്രിയുടെ നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസൂത്രിതമായിട്ട് മുൻ ഉപമുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുന്നതിനുള്ള നീക്കം നടന്നോ എന്നത് സംബന്ധിച്ചുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല, നിഹാങ്ക് സിഖിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരം ആക്രമണം ഉണ്ടായത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എപ്പോഴെങ്കിലും ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ സിഖ് മതത്തിനെതിരായ എന്തെങ്കിലും പരാമർശമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടാണോ ഈ ആക്രമണം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് പരിശോധന നടത്തുകയാണ്. ഇപ്പോഴെന്തായാലും പോലീസ് കസ്റ്റഡിയിലുള്ള ഈ അക്രമി, അദ്ദേഹത്തിന്റെ പേര് ജസ്പാൽ സിംഗ് എന്നാണ് ചില വിവരങ്ങൾ വരുന്നത്. എന്തായാലും ജസ്പാൽ സിംഗിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലോട് ഇയാൾ നിലവിൽ സഹകരിക്കുന്നുണ്ട്. ഇയാൾ ഈ ആക്രമണത്തിനെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് പോലീസിന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ഇയാൾ നൽകുന്ന മൊഴികളൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ആര്യശ്രീ. വ്യക്തമാണ്. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ടി എസ് ആദർശാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.